അല്ല, അത് സ്വാഭാവികമായിട്ടും കിട്ടണമല്ലോ. മുസ്ലിം ലീഗ് പിന്നെ UDFല് വളരെ പ്രബലമായ ഒരു കക്ഷിയാണ്. പിന്നെ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിന് പിന്നെ എല്ലാ നിലയിലുള്ള പ്രാതിനിധ്യം വേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ അഞ്ചാം മന്ത്രിസ്ഥാനമൊക്കെ അല്ല, മന്ത്രിസ്ഥാനം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റിയാണ്. അതൊക്കെ ആ സമയത്ത് പിന്നെ തെരഞ്ഞെടുപ്പ് നാളെ 24 മണിക്കൂർ കാത്തു നിൽക്കി വോട്ടെണ്ണി ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മീഡിയ വണ്ണപ്പം ചേരുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ എന്ന് നമുക്ക് പറയാം. അക്ഷമനായുള്ള ഒരു കാത്തിരിപ്പാണ്. അവസാനവട്ടം എങ്ങനെയാണ് പ്രതീക്ഷ? അല്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഈ എക്സിറ്റ് പോളൊക്കെ പറഞ്ഞല്ലോ UDF എന്തായാലും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത്. ഒരു UDF തരംഗം മൊത്തത്തിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുള്ളതെങ്കിൽ ഏകദേശം ഒരു 100 സീറ്റിന്റെ അടുത്തൊക്കെ UDFന് കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അതാണ് മൊത്തത്തിൽ കേരളത്തിലൊരു സ്ഥിതി. ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിപൂർണമായിട്ടും 100% സീറ്റ്, അത് 16-ൽ 16 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി നേടും. ഈ UDFന്റെ തരംഗത്തിന് ആക്കം കൂട്ടുന്നത് മുസ്ലിം ലീഗ് ആവോ? അല്ല, അങ്ങനെ മുസ്ലിം ലീഗ് എന്നുള്ളതിൽ ഐക്യജനാധിപത്യ ടീം UDFന്റെ ഒരു പ്രവർത്തനമാണ്. അത് ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിലമ്പൂർ ഇലക്ഷന് ശേഷം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു പ്രവർത്തനം ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. കെട്ടുറപ്പോട് കൂടി തന്നെ. ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിലെ പ്രവർത്തനം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ലീഡർഷിപ്പ് എന്തായിരുന്നാലും മുസ്ലിം ലീഗ് തന്നെയാണല്ലോ. നിലമ്പൂരിലും ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയത് ഞങ്ങളാണ്. മുസ്ലിം ലീഗാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഇറങ്ങി വന്നത്. അതായത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് ഡേറ്റ് നിശ്ചയിക്കുന്നതിന് മുമ്പ് അനോർ രാജിവെച്ച ഉടനെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി. അത് മലപ്പുറം ജില്ലയാണ്. ഈ ജില്ലയിൽ എവിടെ പരാജയപ്പെട്ടാലും അതിലൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് മുസ്ലിം ലീഗിനാണ്. മലപ്പുറത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, മലപ്പുറത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മലപ്പുറത്ത് 16-ൽ 16 സീറ്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ജില്ല ഞങ്ങൾ തൂത്തുപോരെന്ന് പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായിരുന്നല്ലോ. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാ ഘടകങ്ങളിലും പ്രകടമായിട്ടുണ്ട്. ആ ഒരു ആത്മവീര്യത്തോടുകൂടിയാണ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റമദാൻ വന്നിട്ട് പോലും, അതായത് നോമ്പിന്റെ സമയമായിട്ട് പോലും ഞങ്ങളാരും അടങ്ങിയിരുന്നിട്ടില്ല. അപ്പോൾ ആ നിലയിലുള്ള പ്രവർത്തനം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നടത്തി. അതിന്റെ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ റിസൾട്ട് എന്ന് പറയുന്നത് 16-ൽ 16 സീറ്റുമാണ്. ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി. അതിന്റെ ഒരു പരിണിത ഫലമായിരിക്കും ഈ റിസൾട്ട് എന്നുള്ള. അതെ, വളരെ സംഘടിതമായിട്ട് നല്ല രീതിയിൽ വളരെ വ്യവസ്ഥാപിതമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെ നടത്തണം, രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്തണം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആൾക്കാരെ. ഇപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജില്ലയിൽ കേഡർ സ്വഭാവത്തോടുകൂടിയാണ് നീങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് വളരെ കൃത്യമായിട്ട് താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ വോട്ടർമാരെ ചേർക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ വോട്ടർമാരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ, മറ്റേ ഇതിന്റെ പിന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. മുസ്ലിം ഇപ്പൊ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മണ്ഡലങ്ങളൊക്കെ സേഫാണ്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്നതെന്ന് പറയുന്നത് ഈ തവനൂർ, പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പം തിരൂരും ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ആ ഒരു മുന്നേറ്റം ആ നിലയിൽ തന്നെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവിടെ പൊന്നാനിയിൽ നൌഷാദ് അലി നല്ല വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തവനൂർ KT ജലീൽ പരാജയപ്പെടും. യാതൊരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പിന്നെ തിരൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. താനൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. താനൂർ തവണ തിരിച്ചു പിടിക്കുന്നു തീർച്ചയായിട്ടും. ഒരു 10-20,000 വോട്ടിന്റെ അടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് ഞങ്ങളുടെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഈ 27 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. എത്ര സീറ്റുകളിൽ നേടിയെടുക്കാൻ? ഞങ്ങൾക്ക് കിട്ടിയ കണക്ക് പ്രകാരം ഞങ്ങൾ എന്തെന്നെ 24 സീറ്റ് ഞങ്ങൾ എന്തായാലും ജയിക്കും പൂർണ്ണമായിട്ടും. മറ്റ് 3 ജയിക്കുന്നതിന് നല്ല ടൈറ്റ് പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു.
അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് 24 സീറ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഷുവറാണ്, അത് ഞങ്ങൾ ജയിച്ചിരിക്കും. അതായത് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. അപ്പൊ ആനുപാതികമായി UDF-ന്റെ അകത്ത് ഉള്ള ഒരു സ്വാധീനം ആ തരത്തിൽ മുസ്ലിം ലീഗിന് കിട്ടും. അല്ല, അത് സ്വാഭാവികമായിട്ടും കിട്ടണമല്ലോ. മുസ്ലിം ലീഗ് പിന്നെ UDF-ല് വളരെ പ്രബലമായ ഒരു കക്ഷിയാണ്. പിന്നെ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്ത് വരുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിന് പിന്നെ എല്ലാ നിലയിലുള്ള പ്രാതിനിധ്യം വേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ 5ാം മന്ത്രിസ്ഥാനമൊക്കെ അല്ല, മന്ത്രിസ്ഥാനം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റിയാണ്. അതൊക്കെ ആ സമയത്ത് പിന്നെ തെരഞ്ഞെടുപ്പ് നാളെ 24 മണിക്കൂർ കാത്തു നിൽക്കി വോട്ടെണ്ണി ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. അർഹിച്ച പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉൾപ്പെടെ ലഭിക്കണമെന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ട്. അത് ഞങ്ങൾ പറഞ്ഞാണല്ലോ. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട പ്രാതിനിധ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ അത് ചോദിക്കൊന്നും വേണ്ട. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗിന് അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിലുണ്ടാവും, ഗവൺമെന്റിലുണ്ടാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. മലപ്പുറം ജില്ലയിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടാകാം? അല്ല, അതിപ്പോ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ല, അത് അഭിപ്രായം പറയേണ്ടത് ഞങ്ങളുടെ സംസ്ഥാന ലീഡർഷിപ്പാണ്. ആരൊക്കെ മന്ത്രിമാരാവണം, ഏതൊക്കെ ജില്ലയിൽ നിന്ന് പ്രാതിനിധ്യം വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന പ്രസിഡന്റാണ്. അത് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ ആ കാര്യങ്ങൾ ഇടപെടുകയും തീരുമാനം ഉണ്ടാവുകയും ചെയ്യും.